എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് വന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഹൗ ടു ചെക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം FYUG CAP 2024 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ബട്ട് സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അത് പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടിയിരിക്കണം. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷനും എടുക്കാം, ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താഴേക്കോ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റായി അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം. അങ്ങനെ പെർമനൻ്റായി എടുക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും എന്ത് ചെയ്യണം, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ്. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് നിലനിർത്താൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഇതുവരെ ആദ്യമായിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ന് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 ചുമതലയാണുള്ളത്. ഒന്ന്, മാൻഡറ്ററി ഫീ അടയ്ക്കണം. രണ്ടാമത്, കോളേജിൽ പോയി പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യുക തന്നെ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയാൽ മതിയാകും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല, മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വരില്ല. കാരണം നിങ്ങൾ ഓൾറെഡി അടച്ചതായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, രണ്ടാമതൊരു ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കണം. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.